മാർത്തോമ വാഴുന്ന നാട്ടിൽ നിന്നും വൻകര തോറും തീ കത്തിപ്പടരട്ടെ. ഹോളി ഫയർ brought to the height with the Holy Spirit. Holy fire brought to the height with the Holy Spirit. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിന് സ്തുതി, ആദിമുതൽ എന്നേക്കും ആമേൻ. ദൈവവചനത്തിൻ്റെ തീമഴ എന്ന ശുശ്രൂഷയിലേക്ക് ഏവർക്കും സ്വാഗതം. യാക്കോബ് ശ്ലീഹായുടെ ലേഖനം 1-ാം അധ്യായം അതിൻ്റെ 5 മുതൽ 8 വരെയുള്ള വചനം. നിങ്ങളിൽ ജ്ഞാനം കുറവുള്ളവൻ ദൈവത്തോട് ചോദിക്കട്ടെ, അവന് അത് ലഭിക്കും. കുറ്റപ്പെടുത്താതെ എല്ലാവർക്കും ഉദാരമായി നൽകുന്നവനാണ് അവിടുന്ന്. സംശയിക്കാതെ വിശ്വാസത്തോടെ വേണം ചോദിക്കാൻ. സംശയിക്കുന്നവൻ കാറ്റിൽ ഇളകി മറിയുന്ന കടൽ തിരയ്ക്ക് തുല്യനാണ്. സംശയമനസ്കനും എല്ലാ കാര്യങ്ങളും ചഞ്ചല പ്രകൃതിയുമായ ഒരുവന് എന്തെങ്കിലും കർത്താവിൽ നിന്ന് ലഭിക്കുമെന്ന് കരുതരുത്. പ്രിയപ്പെട്ടവരെ, കർത്താവിൻ്റെ ഏറ്റവും ശക്തനായ അപ്പോസ്തലൻ യാക്കോബ് ശ്ലീഹ നമുക്ക് നൽകുന്ന ഏറ്റവും ശക്തമായിട്ടുള്ള വചനമാണ്, നിങ്ങളിൽ ജ്ഞാനം കുറവുള്ളവൻ ദൈവത്തോട് ചോദിക്കട്ടെ, ദൈവം അത് ദാനമായിട്ട് നൽകും. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും കാര്യങ്ങൾ ആവശ്യമുണ്ടെങ്കിൽ അത് നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെട്ട ഓരോ മേഖല അത് നമ്മുടെ കർത്താവിനറിയാം, കർത്താവ് നമുക്ക് തരും. എന്നാൽ ചില കാര്യങ്ങൾ ചോദിക്കണം. കർത്താവ് പറയും, നിങ്ങൾ 2-3 പേർ എൻ്റെ നാമത്തിൽ ഇവിടെ കൂടിയാൽ അവർ മധ്യത്തിൽ ഞാനുണ്ട്. 2-3 പേർ ചേർന്ന് ചോദിക്കുന്ന ഏത് കാര്യവും നിങ്ങൾക്ക് ഞാൻ തരും. യാചിപ്പിൻ നിങ്ങൾക്ക് കിട്ടും, അന്വേഷിപ്പിൻ നിങ്ങൾ കണ്ടെത്തും എന്നെല്ലാം കർത്താവ് നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. അപ്പം കർത്താവിനോട് നമ്മൾ നമ്മുടെ ജീവിതത്തിൻ്റെ ഓരോ കാര്യങ്ങളും അനുഗ്രഹങ്ങളൊക്കെ ചോദിക്കുന്നത് കർത്താവിന് ഇഷ്ടമാണ്, കർത്താവ് തരും. പക്ഷെ ഇവിടെ യാക്കോബ് ശ്ലീഹ നമ്മളെ പഠിപ്പിക്കുകയാണ്, നമ്മൾ ചോദിക്കുമ്പോൾ സംശയിക്കാതെ വിശ്വാസത്തോടു കൂടി വേണം ചോദിക്കാൻ. സംശയിക്കുന്നവൻ കാറ്റിൽ ഇളകി മറിയുന്ന കടൽ തിരയ്ക്ക് തുല്യനാണ്. ചഞ്ചല മനസ്കനും എല്ലാ കാര്യങ്ങളും പ്രകൃതിയുമായ ഒരുവന് കർത്താവിൽ ഒന്നും ലഭിക്കില്ല എന്ന വചനവും കൂടെ യാക്കോബ് ശ്ലീഹ ഓർപ്പെടുത്തുക. അപ്പം നമ്മൾ കർത്താവിനോട് ചോദിക്കുമ്പോൾ കർത്താവ് എനിക്കത് ചെയ്തു തരും. എൻ്റെ കർത്താവ് എനിക്ക് ഈ കാര്യത്തിൽ ഇടപെടാൻ ശക്തനാണ്, കർത്താവിന് അതിനുള്ള കഴിവുണ്ട്, കർത്താവ് എനിക്ക് തരും. കാരണം ഞാൻ പിതാവിൻ്റെ മകനായതുകൊണ്ട് മകളായതുകൊണ്ട് എനിക്ക് എൻ്റെ കർത്താവ് അത് തരുമെന്ന ഉത്തമ ബോധ്യത്തോടു കൂടി വേണം നമ്മൾ ചോദിക്കാൻ. അതാണ് ഈ ലാസറിൻ്റെ കബറിടത്തിൽ വന്ന് കർത്താവ് പ്രാർത്ഥിക്കുമ്പോൾ കർത്താവ് ഇങ്ങനെ പറയുന്നുണ്ട്, പിതാവേ എൻ്റെ അപേക്ഷ അങ്ങ് കേട്ടതിനെ ഓർത്ത് ഞാൻ നന്ദി പറയുന്നു. അപ്പോൾ എൻ്റെ അപേക്ഷ അങ്ങ് കേട്ട് കഴിഞ്ഞുവെന്ന്, അതായത് ലാസറിനെ ഉയർപ്പിക്കുവാനായിട്ട് ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ എൻ്റെ കർത്താവ് അത് ചെയ്ത് കഴിഞ്ഞുവെന്ന് വിശ്വസിച്ചുകൊണ്ടാണ് കർത്താവ് ലാസറിനോട് കബറിൽ നിന്ന് വെളിയിൽ വരാൻ കൽപ്പിക്കുന്നത്. നമ്മുടെ ജീവിതത്തിലും നമ്മുടെ പ്രാർത്ഥനാ സമയങ്ങളൊക്കെ ഈ കർത്താവ് നമ്മുടെ ജീവിതത്തിൽ ഇടപെട്ടു എന്ന് ഉറച്ചു വിശ്വസിച്ചുകൊണ്ട് വേണം നമ്മൾ ഈ പ്രാർത്ഥനകളൊക്കെ ചെയ്യാൻ. അപ്പോൾ കർത്താവ് അത് പ്രവർത്തിക്കും. അപ്പോൾ നിങ്ങൾക്ക് അത് ലഭിച്ചു കഴിഞ്ഞു എന്ന് വിശ്വസിക്കണമെന്ന് കർത്താവ് പറയുന്നുണ്ട്. നിങ്ങൾ ചോദിക്കും, അത് കിട്ടിക്കഴിഞ്ഞു എന്ന് വിശ്വസിക്കണം. അപ്പം നമ്മുടെ ജീവിതത്തിൽ സംശയത്തോടുകൂടി നമ്മൾ ചോദിക്കുമ്പോൾ അത് കർത്താവിന് ഇഷ്ടമല്ല. കാരണം ദൈവത്തിലുള്ള വിശ്വാസം നമുക്ക് കുറഞ്ഞു പോവുകയാണ്. എന്നാൽ എൻ്റെ കർത്താവ് എൻ്റെ ജീവിതത്തിൽ ഇത് ഇടപെട്ട് കഴിഞ്ഞു എന്ന് ഉറച്ചു വിശ്വസിച്ചുകൊണ്ട് കർത്താവിന് നന്ദി പറഞ്ഞുകൊണ്ട് തന്നെ നമ്മൾ ചോദിക്കുകയാണെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ആ ചോദിക്കുന്ന കാര്യം സ്വർഗ്ഗസ്ഥനായ പിതാവ് നമുക്ക് നടത്തിത്തരും. എന്നാൽ നമുക്ക് ദോഷമായിട്ട് വരുന്ന ചില കാര്യങ്ങളാണെങ്കിൽ കർത്താവ് ചെയ്യത്തില്ല. അപ്പോൾ പലതവണ നമ്മൾ ചോദിച്ചിട്ടും അതിൻ്റെ ഉത്തരം കിട്ടുന്നില്ലെങ്കിൽ നമുക്ക് മിക്കവാറും നമുക്കിങ്ങനെ ചിന്തിക്കാം, ഈ കാര്യം നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചാൽ ഒരുപക്ഷെ ഏതെങ്കിലും വിധത്തിലുള്ള അനർത്ഥങ്ങളോ ദുരന്തങ്ങളോ അല്ലെങ്കിൽ ദൈവബന്ധത്തിൽ നിന്ന് അകന്നു പോകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് സ്വർഗ്ഗസ്ഥനായ പിതാവ് നമുക്ക് തരുന്നില്ല. എന്നാൽ കർത്താവ് നമുക്ക് തരാൻ ആഗ്രഹിക്കുന്ന കാര്യമാണെങ്കിൽ ഒറ്റ തവണ നമ്മൾ കർത്താവിനോട് വിശ്വാസത്തോടുകൂടി ചോദിച്ചാൽ മതി, കർത്താവ് നമുക്ക് തരും. അപ്പോൾ നമ്മുടെ ജീവിതത്തിലെ പ്രാർത്ഥനയിൽ നമുക്ക് നല്ല മാറ്റം വരുത്താം. നമ്മുടെ പ്രാർത്ഥന ജീവിതത്തിൽ എൻ്റെ ദൈവം എൻ്റെ ജീവിതത്തിൽ ഇടപെട്ട് കഴിഞ്ഞുവെന്ന് ഉറച്ചു വിശ്വസിച്ചുകൊണ്ട് തന്നെ കർത്താവിനോട് ചോദിക്കാനുള്ള കൃപ എല്ലാവർക്കും കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവ് എല്ലാവരും അനുഗ്രഹിക്കട്ടെ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിന് സ്തുതി, ആമേൻ. Holy fire brought to the height with the Holy Spirit.